രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഇന്ന് നാരായണീയത്തിൻ്റെ ദശകം 65 പറയാനുള്ളത്. ആരെങ്കിലും ഉണ്ടോ? ലൈവിൽ ആരെയും കാണുന്നില്ലല്ലോ. ഒരാൾ വന്നിട്ടുണ്ട്, ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഗോപികമാർ, അതായത് ഗോപീഭാവത്തിൽ ഭഗവാന്റെ അടുത്ത് എത്തുന്ന ആ ഒരു ഗോപീഭാവമാണ് ഇന്ന് പറയാനുള്ളത്. 63, 64, 65 ഇത് 3 ഞാൻ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത വരുന്ന വെച്ചാൽ 65 ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തിയാണ്. അപ്പം അതാണ് പറയാനുള്ളത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഇന്ന് കഴിഞ്ഞ നരസിംഹ ജയന്തി ആയിരുന്നല്ലോ, അപ്പം അത് പറയുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു നരസിംഹമൂർത്തിയുടെയും കൂടെ നരസിംഹാവതാരം കൂടി ഒന്ന് പറയാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ഗോപി അത് പറയാം കേട്ടോ. അപ്പോൾ നരസിംഹാവതാരമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ദശകം 25. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് പറ്റിയില്ല. അപ്പം ഇന്ന് ദശകം 25 നരസിംഹാവതാരം നമുക്ക് ആദ്യമേ പറയാം. സ്തംഭേ കട്ടയതോ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയാ നാകൂർണ ജഗ ദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംബപാദ ചലിതോപ്യം ഭോജപുർവിഷ്ടതാരാത്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹിരണ്യകശിപു തൂണിലിടിച്ചപ്പോൾ അവന്റെ കർണങ്ങളെ തകർക്കുമാറുള്ളതും ബ്രഹ്മാണ്ടത്തെ ആകെ ഇളക്കിമറിക്കും വിധത്തിലുള്ളതുമായ അവിടുത്തെ ഘോര ഗർജനം കേട്ട്, മുമ്പൊരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആ ഘോര ശബ്ദം കേട്ട് അസുരരാജന്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. ബ്രഹ്മാവ് പോലും ആ ഘോര ഗർജനത്തിന്റെ ശക്തിയാൽ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി. അപ്പം നരസിംഹമൂർത്തിയുടെ ആ ഘോരമായിട്ടുള്ള ആ ശബ്ദം കേട്ടിട്ട് എന്താ പറയുക, ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പ്രഹ്ലാദന്റെ കഥയാണ്. അപ്പോൾ പ്രഹ്ലാദൻ വളരെ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ പ്രഹ്ലാദ ചരിതം തന്നെയാണ് വായിക്കേണ്ടത്. അപ്പം ഇത് നരസിംഹമൂർത്തി അവതരിക്കുന്നതാണ്. അപ്പം ദശകം 24 പ്രഹ്ലാദ ചരിതമുണ്ട്. അപ്പം അത് വായിക്കാം. അത് തൊട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ചു എന്നുള്ളത് ആ പ്രഹ്ലാദ ചരിതം വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഹ്ലാദ ചരിതം വായിക്കാമെന്ന്. ഹിരണ്യാക്ഷേ പ്രോതിപ്രവരവുഷാ ദേവഭവതാ ഹതേ ശോകക്രോധഗ്ലപിതദ്രതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുരമാരാരാധി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ. അല്ലയോ മധുരിപുവായ ഭഗവാനെ, വരാഹമൂർത്തിയായ അങ്ങയാൽ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടപ്പോൾ അവന്റെ സഹോദരനായ ഹിരണ്യകശിപു താപകോപത്താൽ വിവശനായി അവിടത്തെ വധിക്കുമെന്ന് അസുരസഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു പോലും. വിധാതാരം ഘോരം സകലു തപസ്വിതാ നചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാ ധൈര്യനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗതിഃ ഭവന്നായകമിദം പരിശുദ്ധന്നിന്ദ്രാദഹരതാദിവം ത്വാമഗണയൻ. ആ ഹിരണ്യകശിപു കഠിനമായ തപസ്സിനാൽ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി തനിക്ക് ദേവ മനുഷ്യ മൃഗാദികളാൽ മൃത്യു സംഭവിക്കരുതെന്ന വരം നേടി. അവൻ അവിടുന്ന് കാത്തു സംരക്ഷിക്കുന്ന ഈ വിശ്വത്തെ തകർത്തുകൊണ്ട് ഗർവുള്ളവനായി വരപ്രാപ്തിയിൽ അഹങ്കാരം പൂണ്ടവനായി ഇന്ദ്രനിൽ നിന്നും സ്വർഗത്തെ കീഴ്പ്പെടുത്തി.
അപ്പം ഈ ഹിരണ്യകശിപു എന്ന് പറയുന്നത് ഒരു ദുഷ്ടനായ ഒരു അസുരനായിരുന്നു. അപ്പൊ ഈ അസുരൻ ഒരു കഠിന തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുകയാണ്. അങ്ങനെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തിയിട്ട് തനിക്ക് ദേവ മനുഷ്യ മൃഗാദികളാൽ മൃത്യു സംഭവിക്കരുതെന്ന് വരം നേടി. അവൻ അവിടുന്ന് കാത്തു സംരക്ഷിക്കുന്ന ഈ വിശ്വത്തെ തകർത്തുകൊണ്ട് ഗർവുള്ളവനായി. അപ്പം അവൻ അത്രയ്ക്ക് അഹങ്കാരിയായി, അത്രയ്ക്ക് ഒരു ക്രൂരനായിട്ട് മാറുകയാണ്. ആരാണ്? ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന ആ ദുഷ്ടനായ അസുരൻ. അപ്പൊ ഈ ദുഷ്ടനായ അസുരന്മാരെ വധിക്കുക എന്നുള്ളതാണല്ലോ ഭഗവാന്റെ ആ ഒരു ഇത്. അപ്പം അത്രയും ക്രൂരനായിട്ടുള്ള ഒരു അസുരനായിരുന്നു ഈ ഹിരണ്യകശിപു എന്ന് പറയുന്നത്. നിഹന്തും താം ഭൂയസ്തവ പദമവാപ്തസ്യ ചാരിപോർ ബഹിർദൃഷ്ടേന്ദർദിദ ഹൃദയേ സൂക്ഷ്മവപുഷാഃ നന്നുച്ചൈസ്ത്രാപ്യഖില ഭുവാനാന്തേ ച മൃഗയൻ ഫിയായാദം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ. പിന്നീട് അങ്ങയെ വധിക്കാനായി അവൻ വൈകുണ്ഠത്തിലെത്തി. വെറും ബാഹ്യദൃഷ്ടി മാത്രമുള്ള അന്തർജ്ഞാനം എന്ന അകക്കണ്ണില്ലാത്ത അവന്റെ ഹൃദയത്തിൽ അവിടുന്ന് സൂക്ഷ്മ ശരീരിയായി പ്രവേശിച്ചു. ഉച്ചത്തിൽ തട്ടഹസിച്ചുകൊണ്ട് അവൻ വൈകുണ്ഠ ലോകത്തും മറ്റു ലോകങ്ങളിലും അവിടത്തെ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവിടുന്ന് ഭയന്ന് ഓടിപ്പോയതാണെന്നും കരുതി താൻ ജയിച്ചെന്ന അഹങ്കാരത്തോടെ തിരിച്ചു. അപ്പൊ ആ ദുഷ്ടൻ, അപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടല്ലേ ഇങ്ങനെയുള്ള ദുഷ്ടന്മാര്, ക്രൂരന്മാര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്രയും ഒരു അസുരനാണ്. തനിക്ക് ഒരു വരം കിട്ടിയപ്പോൾ ആ വരം കയ്യിൽ വെച്ചുകൊണ്ട് അത്രയും ക്രൂരമായിട്ട് ഭഗവാനെതിരെ തന്നെ, ഭഗവാനെ തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവൻ തട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ ആ വൈകുണ്ഠ ലോകത്തിലൊക്കെ വന്ന് ഭഗവാനെ തിരയുകയാണ്. തദോഫസ്യ പ്രഹ്ലാദഃ സമജനീ സുതോ ഗർഭവസതൗ മുനേർവീണാ പാണേരധിഗതഭവത് ഭക്തിമഹിമാഃ സ വൈ ജാത്യാ ദൈത്യഃ ശിശുരപി സമേത്യ ത്വയി രതിം ഗതസ്തദ്ഭക്താനാം വരതഃ പരമോദാഹരണതാം. അല്ലയോ വരദനായ ഭഗവാനെ, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ നാരദനിൽ നിന്നും ഭക്തി മഹാത്മ്യം പകർന്നു കിട്ടിയ പ്രഹ്ലാദൻ ഹിരണ്യകശിപിന് മകനായി പിറന്നു. ജന്മം കൊണ്ട് അസുരകുലത്തിൽ പിറന്ന ശിശുവാണെങ്കിലും ഭഗവത് ഭക്തിയിൽ രമിക്കുന്നവനായ അവൻ ഭഗവത് ഭക്തരിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി തീർന്നു. അപ്പം പ്രഹ്ലാദനെ കുറിച്ച് പറയുകയാണ്. പ്രഹ്ലാദൻ ഒരു അസുരകുലത്തിലാണ് ജനിച്ചത്. പ്രഹ്ലാദൻ ഒരു അസുരകുലത്തിലാണ് ജനിച്ചതെങ്കിലും ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നാരദ മുനിയിൽ നിന്നും ആ ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ ഇതെല്ലാം കേട്ട് വളർന്ന പ്രഹ്ലാദൻ ഒരു വലിയ ഭഗവത് ഭക്തനായിരുന്നു. അപ്പോൾ എപ്പോഴും ഭഗവാന്റെ നാമം തന്നെ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ എന്നുള്ള ആ നാമം തന്നെയാണ് എപ്പോഴും പ്രഹ്ലാദൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും വലിയൊരു ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ടാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിശുച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിദമിദം മഭദ്രായ ദൃഢമി ത്യാപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃതേ. അസുരന്മാർക്ക് പാരിഹാസ്യമായ ഭഗവത് പാദദാസ്യം എന്ന ഗുണം തന്റെ മകനിൽ കണ്ടപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായി ദുഷ്ടാത്മാവായ ആ ഹിരണ്യകശിപു അസുര ഗുരുക്കന്മാരാൽ അവനെ വളരെ കാലം അഭ്യസിപ്പിച്ചു. ഗുരു അഭ്യസിപ്പിച്ചതെല്ലാം അമംഗളം എന്ന് നിരാകരിച്ചുകൊണ്ട് ഭഗവത് പാദ ഭക്തിയിൽ തന്നെ അവൻ വളർന്നു. അപ്പം ഈ ഹിരണ്യകശിപു എന്ത് ചെയ്യണം? ഹിരണ്യകശിപുവിന്റെ പുത്രനാണല്ലോ പ്രഹ്ലാദൻ. അപ്പൊ പ്രഹ്ലാദൻ ഈ ഓം നമോ നാരായണ ഇങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ നാമങ്ങൾ തന്നെ പറഞ്ഞ് ഭഗവാനെ ഭജിക്കുന്നത് കണ്ടപ്പോ ഈ ഹിരണ്യകശിപുവിന് ദേഷ്യമായി. ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു ദുഷ്ടനാണല്ലോ. അപ്പം തന്റെ സ്വന്തം മകൻ തന്നെ ഇങ്ങനെ താൻ ശത്രുവായിട്ട് കാണുന്ന